ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. രാവിലെ നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ. തുള്ളി തോരാതെ മഴ പെയ്യുമെന്ന് പറയത്തില്ലേ, അതുപോലെ മഴയാണ് കേട്ടോ. അടിപൊളി അടാറ് മഴ. അപ്പോൾ അതേ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം മഴ സമയമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ചക്കയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം കയറിയിട്ടുള്ള ചക്കയാണ്. പക്ഷേ ചക്ക കിട്ടിയപ്പോൾ ഞാൻ കറിയൊന്നും വെക്കുന്നില്ല, വേവിക്കുന്നതൊന്നുമില്ല. ഞാൻ വിചാരിച്ചു അങ്ങ് വറുക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചക്കക്കുരു എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിച്ചട്ടിയിലേക്ക് അരിഞ്ഞ് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പാത്തുവിന് ചക്ക വറുത്ത് കിട്ടണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് മഴയൊക്കെ ആയതുകൊണ്ട് ചക്ക കഴിക്കാനായിട്ട് ഭയങ്കര കൊതി കേട്ടോ. വറുത്ത് കിട്ടുന്നതല്ലേ, കുറച്ച് കട്ടൻ ചായയും കൂടെ ഒക്കെ ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. മഴയായി കഴിഞ്ഞാൽ നമുക്ക് പല കപ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ടുള്ളൊരു കൊതിയല്ലേ. അപ്പോൾ അതേ ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചക്ക അങ്ങ് നന്നായിട്ടൊന്ന് കീറിയിട്ട്, പക്ഷേ വെള്ളം കയറിയിട്ടുള്ള ചക്ക ശരിക്കും പറഞ്ഞാൽ വറുക്കാൻ കൊള്ളത്തില്ല കേട്ടോ. അതായത് വിളയുന്നതിന് മുന്നേ എടുക്കണം ചക്ക, എന്നാലേ ആ ചക്കയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ വറുത്ത് കഴിഞ്ഞാൽ. എന്നാലും ഞാനതങ്ങോട്ട് വറുത്ത് കുറേ എണ്ണ കുടിക്കും. ഈ വെള്ളം കയറി ഇരിക്കുന്നത് കൊണ്ട് ഈ ചക്ക വറുത്ത് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ അങ്ങ് കുടിക്കും ചക്ക. മനസ്സിലായില്ലേ? കാരണം കുറേ എണ്ണ വേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്തായാലും ഞാൻ 2 ട്രിപ്പായിട്ട് ചക്കയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണെങ്കിൽ വീഡിയോ ഒരുപാട് താമസിച്ചാട്ടോ ഇട്ടത്. മറ്റൊന്നുമല്ല, നമ്മൾ മൊബൈലിൻ്റെ പ്രശ്നം കാരണം നമുക്ക് വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് ഒരുപാട് താമസമാവുന്നു കേട്ടോ. വാപ്പ വന്നതിന് ശേഷമല്ലേ എനിക്ക് വാപ്പയുടെ മൊബൈൽ കൈ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഒരുപാട് താമസിച്ചതുകൊണ്ട് നമ്മുടെ പഴയ കൂട്ടുകാരൊന്നും ഞാൻ കാണുന്നില്ല കമൻസിലെ. പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നേ, ഇത്രയും സബ്ബുള്ള ഇത്താക്ക് എന്തുകൊണ്ടാണ് കമൻസ് കുറവെന്ന്. ഈ സബ്ബിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. പിന്നെ ഇത്രയും സബ്ബെന്ന് പറയാൻ വേണ്ടിയില്ല, നമുക്കൊരു 7000 സബ്ബ് 7200 കടക്കാനൊക്കെ ആയിട്ട് പോകുന്നേ ഉള്ളൂ. എന്നാൽ അപ്പോൾ ഈ കമൻസ് ചെയ്യാൻ ആളുകൾക്ക് മടിയായതുകൊണ്ടാണ് കൂടുതലായിട്ട് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ലല്ലോ, അതും കൂടെ ഒരു കാരണമാണ്. അപ്പോൾ ഞാൻ ചക്കയൊക്കെ വറുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തേക്കും നമ്മൾ ഈ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുള്ളത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നല്ല മാവുള്ള ചക്കക്കുരു ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവുമായിരുന്നു കേട്ടോ. ഇപ്പോഴും മഴ പെയ്യുന്നത് കൊണ്ടേ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് കേൾക്കാവേ. ഞാനതിലേക്ക് ലേശം മുളക് പൊടിയും കുറച്ച് വെളുത്തുള്ളിയും കരിയാപ്പലയും കൂടെയൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ട് ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് ചക്കക്കുരു മെഴുക്കുരട്ടി കേട്ടോ, മെഴുക്കുരട്ടി മാറ്റിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് ചക്കയും കൂടെയൊക്കെ ഉണ്ടായിരുന്നേ, അതും കൂടെയൊക്കെ ഒന്ന് വറുത്തെടുത്തു. നമ്മൾ നേരത്തെ ആദ്യം കാണിക്കുന്ന വ്ളോഗിൽ ആദ്യം തുടക്കം കാണിച്ചില്ലേ, അതിൽ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ അടുപ്പിൻ്റെ ഭാഗം നനയുന്നത് നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നല്ലതുപോലെ നനയുന്നുണ്ട്. അപ്പോൾ വെള്ളം വീണിട്ടേ, അപ്പോൾ നമ്മുടെ അടുപ്പ് മൊത്തവും നനഞ്ഞിട്ട് കത്താൻ വലിയ പാടാണ് കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടും കൂടെ കൊണ്ടിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുപ്പ് ഇത്രയും താമസിച്ചത്. അപ്പോൾ ഞാൻ ഇന്ന് മീൻകറി മുളക് കറിയാണ് വെക്കാൻ പോകുന്നത്. ചക്കയൊക്കെ വറുത്ത് മാറ്റി മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ട് നെത്തോലി ആയിരുന്നു കേട്ടോ. തലേന്ന് കൊണ്ടുവന്നിട്ടുള്ള പീര പറ്റിച്ചതിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതാണെങ്കിൽ ഞാൻ മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചേ. കുറച്ച് തക്കാളിയും കൊച്ചുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ച് അതൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സിലായോ? ഇതിന് മുന്നേ നമ്മൾ ഈ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അതൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നെത്തോലി മുളകിട്ടതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇത് ഞാൻ ചൂടാറിയപ്പോഴത്തേക്കും ആ വാട്ടി വെച്ചതെല്ലാം ഞാനൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, ഞാനത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാവേ. നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 10-20 അല്ലി കൊച്ചുള്ളി, അതിലേക്ക് ഒരു തക്കാളി കേട്ടോ. നമുക്ക് തക്കാളി എത്രത്തോളം വേണം അത്രത്തോളം, മീൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നതിന് അനുസരിച്ചിട്ടേ. അപ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി അതൊന്ന് നല്ല ഒരു കളറൊക്കെ മാറി നല്ല ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി അത് ചൂടാറുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അത് പിന്നെ നമ്മൾ ഈ ഇഞ്ചിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തില്ലേ, അതിലേക്ക് അങ്ങ് ഒഴിച്ച് പുളിവെള്ളവും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ല കുടംപുളി ഇട്ട് വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഈ കറിക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ലല്ലോ, കുടംപുളി ഇട്ട് വെക്കണം, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ ആണെങ്കിൽ എപ്പോഴും പിഴിഞ്ഞുളി കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ പുളിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തലേന്നത്തെ കൊഴിയാള മീനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വറുക്കാനും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിക്കങ്ങ് ഒരുമിച്ചങ്ങ് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ കറിയൊക്കെ അവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. മീനും ഫ്രൈ ചെയ്തെടുത്തു. അതുപോലെ കുറച്ച് രസവും കൂടെയൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്തുക്കുട്ടിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം രസം, മോര് കറി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറച്ച് രസവും കൂടെയൊക്കെ കാച്ചി നമ്മുടെ ഉച്ചയൂണ കഴിച്ചു.